ഇത് ഗോതമ്പ് മാവിൽ ഇഡലി ഉണ്ടാക്കാനായിട്ട് പോവുകയാണേ. അതിന് വേണ്ടിയിട്ട് ഉഴുന്നും ഗോതമ്പ് മാവും കൂടെ അരച്ച് വെച്ചതാണ്. ഉഴുന്ന് നല്ലവണ്ണം അരച്ചതിന് ശേഷം ഗോതമ്പ് പൊടിയും കൂടെ ചേർത്ത് കലക്കി വെച്ചതാണ്. നമുക്ക് ഒരു ഇഡലി തട്ടിലോട്ടൊന്ന് കോരി വെച്ചിട്ട് ഗോതമ്പ് ഇഡലി എങ്ങനെ ഉണ്ട് എന്നുള്ളത് ഒന്ന് നോക്കാവേ. ഇതാ ഇഡലി തട്ടിൽ കോരി വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് ഇഡലി കുട്ടുവത്തിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ച് എടുക്കാവേ. ഇഡലി തട്ടിലൊക്കെ ആക്കിയിട്ട് ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ ഇഡലി എന്തായി എന്നുള്ളത് ഒന്ന് തുറന്ന് നോക്കാം. ഇഡലി കുട്ട് ഒന്ന് തുറന്ന് നോക്കാം. നല്ല അടിപൊളി ഇഡലി, ഗോതമ്പ് മാവും ഉഴുന്നും കൂടെ ചേർത്തിട്ടുള്ള അടിപൊളി ഇഡലി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് പാത്രത്തിലോട്ടൊന്ന് മാറ്റാം. ഒരു 3-4 മിനിറ്റ് വെന്താൽ മതി. ഗോതമ്പിലെ ഇഡലി പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഇത് ഒരു പാത്രത്തിലോട്ട് അങ്ങോട്ട് ഒന്ന് മാറ്റാവേ. ഇതങ്ങനെ ഗോതമ്പ് മാവിലെ ഇഡലി നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടുള്ള ഇഡലിയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഗോതമ്പ് മാവിലും അരി ഒന്നും കഴിക്കാത്തവർക്ക്, ഷുഗറും ഒക്കെ ഉള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗോതമ്പ് മാവും ഉഴുന്നും കൂടെ ചേർത്തിട്ട് നല്ല അടിപൊളി ഇഡലി ഉണ്ടാക്കിയെടുക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങളും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ബൈ.